ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. എൻ്റെ വ്യൂവേഴ്സിൻ്റെ എല്ലാ എനർജിയും ഞാൻ എൻ്റെ കാർഡിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിനായി എന്നെയും എൻ്റെ കാർഡിനെയും യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് കൊടുത്ത് അത് ഗൈഡൻസ് ചെയ്യുവാൻ തക്കവണ്ണം എന്നെയും അനുഗ്രഹിച്ചിരിക്കുന്നതിനാണ് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങളുടെ എനർജിയാണ് എടുക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത്, നിങ്ങളുടെ റിയൽ ലൈഫിനെ ബേസ് ചെയ്തുള്ള എനർജിയാണ് ഫസ്റ്റ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് നിങ്ങളുടെ പേഴ്സൻ്റെ റീഡിങ്ങും കൂടി എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ഏറ്റവും കറക്റ്റായിട്ടുള്ള എനർജിക്കായി സമർപ്പിക്കുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഞാൻ നമ്പർ പറയാം. ഈ നമ്പർ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ഏതെങ്കിലും രീതിയിൽ, മാസമായിട്ടോ അല്ലെങ്കിൽ ഡേറ്റ് ആയിട്ടോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എന്ന് നോക്കുക. 11 5 2 8 5 10 4 1 12 3 6 7 6 2 7. ഓക്കെ, ഈ മാസമോ ഡേറ്റോ നിങ്ങൾ നോക്കുക. ഇവിടെ വന്നിരിക്കുന്നത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ജെമിനി, ലിബ്ര, അക്വേറിയസ്, ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസീസ്. വാട്ടർ എനർജി, എർത്തിൻ്റെ എനർജി വരും. അപ്പോൾ അടുത്ത് ഇനിയും ഞാൻ കാർഡ്സുകൾ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് എർത്തിൻ്റെ എനർജി കൂടി വരുന്നതാണ്. ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ. നോക്കാം. ഫസ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് റൂട്ട് ഇഷ്യൂ എന്താണെന്നാണ് നോക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ റൂട്ട് ഇഷ്യൂ എന്താണ്? 4 ഓഫ് വാൻസ് ആണ് നിങ്ങളുടെ റൂട്ട് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള റൂട്ട് ഇഷ്യൂ എന്ന് പറയുന്നത് ചില 7 ഓഫ് വാൻസ്, ചില ബ്ലോക്കേജ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഫാമിലിയെ പോലെ കാണുന്ന, ഓക്കെ, നിങ്ങളുടെ സന്തോഷത്തിന് ചില ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള ബ്ലോക്കേജ്. അത് റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കണമെന്നില്ല. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടാണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടാണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വരുന്നതിന് ചില ബ്ലോക്കേജാണ് നിങ്ങൾക്ക് റൂട്ട് ഇഷ്യൂ ആയിട്ട് ഇവിടെ കാണുന്നത്. ഓക്കെ, തടസ്സം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് തടസ്സം? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 10 ഓഫ് കപ്പാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സം എന്ന് പറയുന്നത്. 10 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റിസ്, നിങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല. നിങ്ങളുടെ കുടുംബപരമായിട്ട് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല. നിങ്ങൾ അത്രത്തോളം സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ അത്രത്തോളം വിശ്വസിച്ചിരുന്ന ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നീതി ലഭിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന് തടസ്സമായി നിൽക്കുന്നത്. അപ്പം ഈ ഒരു റൂട്ട് ഇഷ്യൂവും ഫാമിലിയുമായിട്ട് തന്നെ കൂടുതൽ എനർജി വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങിനെ, 10 ഓഫ് കപ്പ്, മഴവില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങിന് തടസ്സമായിട്ട് നിൽക്കുന്നു. നിങ്ങൾക്ക് നീതി ലഭിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു കാര്യം വന്നിരിക്കുന്നത്. അപ്പോൾ കാർമികമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ചില തടസ്സങ്ങൾ വന്നിരിക്കുന്നത്. ചില കാർമിക് പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ചില തേർഡ് പാർട്ടികളായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ചില തടസ്സങ്ങൾ അത് നിങ്ങളുടെ ലൈഫിൽ വരേണ്ടതാകുന്നു. ഓക്കെ, എല്ലാ പ്രാവശ്യവും എല്ലാ നാളിലും നമുക്ക് സന്തോഷം മാത്രം ലഭിക്കത്തില്ല. നമുക്ക് ആ സന്തോഷത്തെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ തന്നെയും ചില ദുഃഖങ്ങൾ രാവും പകലും എന്നുള്ള പോലെ
നമ്മുടെ ലൈഫിൽ മാറി മാറി വരേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ നമ്മളുടെ വാക്കുകൾ, നോട്ടങ്ങൾ, നമ്മൾ കടന്നു വന്ന വഴികൾ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആരുടെയെങ്കിലും മനസ്സ് വേദനിച്ചിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ കർമ്മ കൂടി നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഈ ഭൂമിയിലുള്ള എല്ലാ ആൾക്കാർക്കും കർമ്മ ഉണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്താണ് നിങ്ങളുടെ റീസെൻറ്റ് പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന കാര്യം എന്താണ്? ഈ അടുത്തായിട്ട് കഴിഞ്ഞു പോയ കാര്യം എന്താണ്? 5 ഓഫ് കപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമയത്ത് കടന്നു പോയിരിക്കുന്നത്. എന്ത് നഷ്ടമാണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്? അത് സാമ്പത്തിക നഷ്ടമാകാം, ഇമോഷണൽ നഷ്ടമാകാം. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ജോലി സംബന്ധമായിട്ട് ചില നഷ്ടങ്ങളെയാണ് കൂടുതലായിട്ട് കാണുന്നത്. 6 ഓഫ് വാണ്ട്, നിങ്ങൾ കുറേ നാളായിട്ട് കാത്തിരുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നില്ല. നിങ്ങൾ വിജയം ആഗ്രഹിച്ചിരുന്നു ചെയ്ത കാര്യങ്ങൾ, ചില വിജയത്തെയാണ് നിങ്ങളത് കണ്ടിരുന്നത്, ഒരു സന്തോഷത്തെയായിരുന്നു നിങ്ങൾ കണ്ടിരുന്നത്. ആ സന്തോഷം നിങ്ങൾക്ക് ഈ അടുത്ത സമയത്തായിട്ട് നഷ്ടമായതായിട്ടാണ് കാണുന്നത്. ജോലി സംബന്ധമായിട്ടും നിങ്ങളുടെ ഫാമിലി സംബന്ധമായിട്ടും ഇത് റെസനേറ്റ് ആകുന്നതായിരിക്കും. അതിന് വിജയമായിരുന്നു, നിങ്ങൾ ഒരുപാട് സന്തോഷിച്ചു, നിങ്ങൾക്ക് ചുറ്റുള്ളവരെല്ലാം സന്തോഷിച്ചു, അത് നിങ്ങൾക്ക് തന്നെ ലഭിക്കും എന്നെല്ലാം നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നു. അത് വിട്ടുപോയിരിക്കുകയാണ്. പക്ഷേ യൂണിവേഴ്സ്, നിങ്ങൾ വിചാരിക്കുക, പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് മാറ്റി വെച്ചിരിക്കുന്നതായിട്ടുള്ള സപ്പോർട്ടായിട്ടുള്ള 2 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ അതിലേക്ക് നോക്കാതെ, നിങ്ങൾ ഈ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതായ ബ്ലെസ്സിങ് ഒന്നും നിങ്ങൾ കാണാതെ ഇപ്പോഴും വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. നിങ്ങൾ യൂണിവേഴ്സിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുക, നിങ്ങൾ സറണ്ടർ ആകുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നതായ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുകയുള്ളൂ. യൂണിവേഴ്സാണ് ഇവിടെ ഒരു വൈറ്റ് കളറിലെ ഒരു ബ്രിഡ്ജ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത് യൂണിവേഴ്സ് വഴി നിങ്ങൾക്ക് സ്റ്റേബിളായിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് ചെന്ന് ചേരാനുള്ള ഒരു വഴിയാണ്. അത് യൂണിവേഴ്സാണ്. വൈറ്റ് കളർ എന്ന് പറയുമ്പോഴത്തേക്ക് യൂണിവേഴ്സിൻ്റെ സ്പിരിച്വലായിട്ടുള്ള നല്ല ഗുഡ് സ്പിരിച്വലായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസം വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് ചെന്നെത്താൻ കഴിയും. പക്ഷെ നിങ്ങൾ ഇപ്പോഴും എന്നെ വിട്ടേച്ച് പോയി, അല്ലെങ്കിൽ എന്നെ ചതിച്ചു, എന്നെ വഞ്ചിച്ചു എന്നുള്ള ആ ഒരു ചിന്തയിൽ നിൽക്കാതെ നിങ്ങൾ ദൈവത്തിലേക്ക്, ഈ വിഷമത്തിലേക്ക് നോക്കാതെ ദൈവത്തിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതുവഴി കടന്ന് പോകാൻ കഴിയും. ഓക്കെ, ജോലി സംബന്ധമായിട്ട് ഇവിടെ കൂടുതൽ എനർജി കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ റീസെൻറ്റ് പാസ്റ്റിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രമോഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ചില നേട്ടങ്ങളോ വരുന്നതിന് ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ കയറി പ്രവർത്തിക്കുകയും ആ ഒരു പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ഒറ്റപ്പെടുന്ന അവസ്ഥ, നിങ്ങൾ ഐസൊലേഷനായി നിങ്ങളെ ചില നെഗറ്റീവ് എനർജി നിങ്ങളെ തളർത്തി നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ചിന്തകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. പ്രസൻറ്റിൽ നിങ്ങളിപ്പോൾ എന്താണ് അനുഭവിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്രസൻറ്റിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത്? ഓക്കെ, 8 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് കടന്നു വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് വാൺസ് വന്നിരിക്കുന്നത്? നിങ്ങൾ ഓവർ വർക്ക്, ഇതും നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്ക് എന്താണോ ഇവിടെ അവസാനിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്, അത് നിങ്ങളുടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങോട് കൂടി തന്നെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാമെങ്കിൽ, അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാമെങ്കിൽ ഒരു ഗ്രോത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സഡൻലി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ റീസെൻറ്റ് പാസ്റ്റിൽ നിങ്ങൾക്ക് ജോലിയുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടോ എന്തെങ്കിലും പ്രശ്നത്തിൽ നിങ്ങൾ തളർന്ന് അവസാനിച്ചു എന്ന് വിചാരിച്ച് നിൽക്കുന്ന കാര്യത്തിൽ നിങ്ങൾ അവിടെ അവസാനമായിട്ട് ചിന്തിക്കാതെ ഞാൻ ഇതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും, എനിക്കിതിൽ ഗ്രോത്ത് വേണമെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുകയും നിങ്ങൾ ഉള്ളിൽ നിങ്ങൾക്ക് സ്ട്രെങ്ത് കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ ആരാണോ നിങ്ങളെ നശിപ്പിക്കുവാനും തളർത്തുവാനും ശ്രമിച്ചിരിക്കുന്ന ആ വ്യക്തികളുടെ മുന്നിൽ തന്നെ നിങ്ങൾക്ക് അതിവേഗം വളർന്ന് കയറുവാൻ, ഗ്രോത്ത് നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ എന്ത് വേണം? നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് വേണം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ ഈ കംഫർട്ട് സോണിൽ തന്നെ ഇരുന്നോളാം, ഈ കരഞ്ഞിരിക്കുന്നതാണ് എനിക്ക് കൂടുതലും താല്പര്യം, കുറേ നേരം
നേരം കരയുമ്പോഴത്തേക്ക് എനിക്ക് സമാധാനം ലഭിക്കും എന്ന് വിചാരിച്ചു നിങ്ങൾ ഡെയിലി ആ ഒരു കരഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു കംഫർട്ട് സോണിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വിജയം നിങ്ങൾക്ക് വരത്തില്ല. ഞാൻ ഇതിൽ നിന്നും പുറത്തു വരും, ഞാൻ ഇനി ഓവർ തിങ്കിങ് ചെയ്യില്ല, എന്നെ നഷ്ടപ്പെടുത്തിയ വ്യക്തികളുടെ മുന്നിൽ ഞാൻ തളർന്നിരിക്കുന്ന വ്യക്തിയല്ല, വിജയിച്ച് കാണിക്കുന്ന വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് സ്ട്രെങ്ത് കൊണ്ടുവരാൻ, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഏത് കാര്യത്തിലാണോ, റിലേഷൻഷിപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്കിപ്പം നശിച്ചു പോകും, മറ്റുള്ളവർ വിചാരിച്ച് നിങ്ങളെ നശിപ്പിച്ചിട്ടിരിക്കുന്ന ഏതെങ്കിലും ബിസിനസ്സിലാണെങ്കിലും നിങ്ങൾക്ക് സ്ട്രെങ്ത് കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. Thank you, Nos. 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 നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? താങ്ക് യു യൂണിവേഴ്സ്. ഉടൻ തന്നെ പെട്ടെന്ന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യത്തിൽ നിന്നും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 5 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ചില വ്യക്തികൾ നിങ്ങളെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവാധീനം നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോർട്ടായിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികൾ നിങ്ങളെ വിജയിച്ചുവെങ്കിൽ നിങ്ങളുടെ മാനസികമായിട്ടും നിങ്ങളെ തളർത്തി, നിങ്ങളുടെ ഇടയിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ചില നുണക്കൊതികൾ പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസിനെയോ നിങ്ങളുടെ പേഴ്സണെയോ ആവശ്യമില്ലാത്ത ചില ചതികൾ പറഞ്ഞ് പരത്തി, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പരത്തി നിങ്ങളുടെ വാക്കുകൾ വിശ്വസിക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ എത്രയൊക്കെ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് അവിടെ വിജയിക്കാൻ കഴിയാതെ തളർന്ന് നിങ്ങളുടെ മാനസിക ബലമെല്ലാം തകർന്ന് തരിപ്പണമായി താഴെ വീണ് കിടക്കുന്ന അവസ്ഥയാണോ നിങ്ങൾക്കുള്ളതെങ്കിൽ ഇവിടെ യൂണിവേഴ്സിൻ്റെ ഹെയറോഫെൻറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ദൈവാധീനം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. ഓക്കെ, ദൈവം നേരിട്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരത്തില്ല. ഏതെങ്കിലും വ്യക്തികളുടെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ കൂടി, അവരുടെ ആത്മാവിൽ കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ആ ഒരു പ്രവർത്തനത്തിൽ കൂടി നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതുവരെയും അടച്ചു വെച്ചിരുന്ന നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സാലറി, നിങ്ങളുടെ മുന്നോട്ടുള്ള വിജയം എല്ലാം അടച്ച് ഒരു വ്യക്തി നിങ്ങൾക്ക് വെച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഹെയറോഫെൻറ്റ് വന്നിട്ടുണ്ട്. ദൈവാധീനം കൊണ്ട് നിങ്ങൾക്ക് അതെല്ലാം ഓപ്പണായി വരുവാൻ പോകുന്നു. നിങ്ങളുടെ ലൈഫിൽ ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. നിങ്ങളെ ചതിച്ചു വഞ്ചിച്ചു മാറി നിന്ന വ്യക്തികൾ അവരുടെ ശക്തി കുറയുകയായിട്ടാണ് കാണുന്നത്. അവരുടെ പ്രാർത്ഥന കുറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഏതെങ്കിലും വക്കീലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുറച്ച് സമുദായത്തിൽ കുറച്ച് നല്ല രീതിയിൽ നിലയും വിലയുമുള്ള ഏതെങ്കിലും വ്യക്തികൾ ഇടപെട്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് നീക്കുപോക്ക് വന്ന് നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക്, നിങ്ങളുടെ ഇതുവരെയും തടസ്സപ്പെട്ടിരുന്ന വഴി മുന്നോട്ട് വീണ്ടും അതിവേഗത്തിൽ പോകുവാൻ സഹായിക്കുന്നതാണ്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങളുടെ ലോങ് ടൈം ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് നിങ്ങളുടെ ലോങ് ടൈം ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത്? താങ്ക് യു യൂണിവേഴ്സ്. ഗ്രോത്ത് ആണ്. ഏസ് ഓഫ് വാൻസ് ആണ്. നിങ്ങൾ എന്താണോ അഫർമേഷൻ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഓക്കെ, അത് എത്രയും പെട്ടെന്ന് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്. എല്ലാം ഗ്രോത്തായി സംഭവിക്കും. അബൻഡൻസ് ആണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. നിങ്ങൾ അഫർമേഷൻ ചെയ്ത് വെയിറ്റ് ചെയ്യുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്, പ്രാർത്ഥനയോടുകൂടി വെയിറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ഒരുപാട് അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നുണ്ട്. ചില വ്യക്തികളുടെ ലൈഫിലേക്ക് പുതിയ പേഴ്സൺ, പുതിയ ആരംഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നുണ്ട്. പ്രമോഷന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വസ്തു വിൽക്കുന്നതിനെ കുറിച്ചായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി കയറ്റത്തിനെ കുറിച്ചായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ആ വെയിറ്റ് ചെയ്യുന്ന കാര്യം
ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. അത് സ്ട്രെങ്തോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. യൂണിവേഴ്സിൻ്റെ പൂർണ്ണ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ കർമ്മ, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ ചില കർമ്മകളുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ വീണ്ടും ദൈവത്തിന് വേണ്ടി ഒരു ദിവസം നിങ്ങൾ മാറ്റിവെക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലിയുള്ള ജീവിതത്തിൽ കുറച്ച് സമയം നിങ്ങൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തോടു കൂടി സംസാരിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഒരു മുറിയിൽ കയറിയിരുന്ന് നിങ്ങളുടെ ദൈവം, നിങ്ങൾ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിലെ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട്. യൂണിവേഴ്സിൻ്റെ ശക്തി ഇറങ്ങി വന്ന് ഒരു മാലാഖ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നു, അവിടുന്ന് ഉത്തരവുമായിട്ട് നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത്ഭുതങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: ഒരു റൂമിലേക്ക് കയറുക, മറ്റാരെയും അറിയിക്കരുത് നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും. ആ റൂമിൽ കയറി നിന്നിട്ട് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ മനസ്സിൻ്റെ വിശ്വാസം എന്നാണോ ആ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നടത്തി തരുന്നത്. നിങ്ങൾ വിശ്വസിക്കേണ്ടത് ആ റൂമിൽ നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ നിന്ന് മാലാഖ ഇറങ്ങി വന്നിരിക്കുന്നു. ആ മാലാഖ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ആ ഇമാജിൻ ചെയ്തതിന് ശേഷം ആ നിങ്ങളുടെ വിഷയവുമായിട്ട് സ്വർഗത്തിലേക്ക് കയറി പോവുകയും നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് പരിഹാരവുമായി മറ്റൊരു മാലാഖ ഇറങ്ങി വരുന്നതായിട്ടും നിങ്ങൾ ചിന്തിക്കുക. ആ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു. തിരിച്ച് ആ മാലാഖ വരുന്നതായിട്ടും സന്തോഷിക്കുക. അതിൻ്റെ ഉത്തരം നിങ്ങളുടെ കൈ നീട്ടി നിങ്ങൾ സ്വീകരിക്കുന്നതായിട്ടും ഇമാജിൻ ചെയ്യുക. അപ്പം നിങ്ങൾ ഏത് വിഷയത്തിലാണോ ആ വിഷയത്തിന് പരിഹാരം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേർന്നു എന്ന് വിശ്വസിക്കുന്നതോടുകൂടി ആ ഒരു സഡൻ ടൈം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇതൊക്കെ എന്താണ് എന്നൊക്കെ പറഞ്ഞ് വിശ്വാസമില്ലാതെയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്നത്തെ പോലെ ഇന്നത്തെ ദിവസവും കടന്നു പോകും. പക്ഷേ നിങ്ങൾ ഇത് വിശ്വാസത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം സംഭവിക്കും. കാരണം ഈ ജീവിതത്തിൽ ഈ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം തൻ്റെ വിശ്വാസത്തിൽ കൂടിയാണ് സംഭവിക്കുന്നത്. ഏത് കാര്യങ്ങളും നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നാണ് പറയുന്നത്. നിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങൾ എന്താണോ അത് നിനക്ക് സംഭവിക്കട്ടെ എന്നാണ് പറയുന്നത്. നിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യമാണോ അത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ അത് നിങ്ങൾക്ക് സംഭവിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഇതെൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല, ഇതിന് സാധ്യതകളൊന്നുമില്ല എന്നാണ് നിങ്ങൾ റിപ്പീറ്റായിട്ട് കമൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത് മാത്രമായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുന്നത്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, നിങ്ങളുടെ ഉള്ളിലാണ് ദൈവം ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു അംശത്തെയാണ് നിങ്ങളുടെ ആത്മാവായിട്ട് തന്നിരിക്കുന്നത്. നിങ്ങളാണ് പ്രവചിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ പ്രവചിച്ച് പറയുകയാണ്. ഞങ്ങൾ ഇതെല്ലാം ടാരോ റീഡേഴ്സ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു കാർഡൊക്കെ കാണിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു, നിങ്ങളുടെ ജീവിതം ഏറ്റവും ഹാപ്പിയായി മാറുന്നു എന്ന് ടാരോ റീഡേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഗൈഡൻസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് അഫർമേഷന് വേണ്ടിയിട്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതിന് പകരം ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനൊന്നും പോകുന്നില്ല, തേർഡ് പാർട്ടിയുമായിട്ട് അവർ ഹാപ്പിയാണ് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. നിങ്ങൾ സാധ്യതകളൊന്നുമില്ല, നിങ്ങളുടെ മുന്നിൽ ഒരു വഴിയുമില്ല, എല്ലാം അടഞ്ഞിരിക്കുന്നു. ആ സ്ഥാനത്ത് നിന്ന് മാത്രമേ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് പ്രവർത്തിക്കുമോ നിങ്ങളുടെ ലൈഫിൽ ഇത് സംഭവിക്കുന്നതാണ്. ഓക്കെ, എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ എന്താണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ എന്താണ്, എന്ത് എനർജിയിൽ കൂടിയാണ് എൻ്റെ വ്യൂസ് ഈ ഒരു സമയം കടന്നു പോകുന്നത്. പേജ് ഓഫ് കപ്പാണ്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ ബ്ലോക്കായിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ബ്ലോക്ക് സംഭവിക്കുന്നു. ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളെ ആരൊക്കെയോ, ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കാം, ഫാമിലി ജീവിതത്തിലായിരിക്കാം, അതല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിലായിരിക്കാം, ചില കാര്യങ്ങൾ നിങ്ങളെ അനുവദിക്കാതെ ഇരിക്കുക. നീ അത് ചെയ്യണ്ട, നീ ഇങ്ങനെ ചെയ്യണ്ട, നീ എന്നെ കോൾ ചെയ്യണ്ട, നീ അത് ചെയ്താൽ ശരിയാകില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ അഫർമേഷൻ ചെയ്തതായ ചില കാര്യങ്ങൾക്ക് ബ്ലോക്കാണ് കാണുന്നത്. ആ ബ്ലോക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ കാർമിക്കായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ വാ കൊണ്ട് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വായിൽ നിന്നും നെഗറ്റീവ് വരാതിരിക്കട്ടെ.
അഥവാ നമ്മുടെ വായിൽ നിന്ന് മനുഷ്യരാണ്, തെറ്റുകൾ കുറ്റങ്ങൾ സംഭവിക്കും. അഥവാ എന്തെങ്കിലും നെഗറ്റീവ്സ് നമ്മുടെ വായിൽ നിന്നും പുറപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് അതിലെ നമ്മുടെ ശബ്ദ തരംഗമായി ശബ്ദ എനർജിയായിട്ട് യൂണിവേഴ്സിൻ്റെ എനർജിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കട്ട് ചെയ്ത് കളയുക. എൻ്റെ വായിൽ നിന്നും പുറപ്പെട്ടു വന്നിരിക്കുന്നതായിട്ടുള്ള നെഗറ്റീവ് വാക്കുകളെ, നെഗറ്റീവ് ചിന്തകളെ ഞാൻ ഇപ്പോൾ ഈ നിമിഷം തന്നെ ക്യാൻസൽ ചെയ്യുന്നു. ഇനി എൻ്റെ ജീവിതത്തിൽ പോസിറ്റീവ് മാത്രമേ സംഭവിക്കുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ തടസ്സപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഞാൻ ക്യാൻസൽ ചെയ്ത് കളയുന്നു എന്ന് നിങ്ങൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറിപ്പോകുന്നു. നമ്മുടെ വായിൽ നിന്ന് പോയ കർമ്മയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങളുടെ ചുറ്റുപാട്, ഇപ്പോഴുള്ള നിങ്ങളുടെ ലൈഫ് ചുറ്റുപാട് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ഇപ്പോഴുള്ള ലൈഫ് ചുറ്റുപാട് എന്താണ്? നിങ്ങൾ ചില ഫ്രണ്ട്സുകൾ, നിങ്ങളുടെ അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സുകളായിരിക്കാം, നിങ്ങളെ കേൾക്കുവാൻ തയ്യാറാകുന്നു. നിങ്ങളുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുവാൻ നിങ്ങൾക്ക് ഒരു സുഹൃത്തിനെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. ഇതുവരെയും നിങ്ങളുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു വ്യക്തി ഇല്ല എങ്കിൽ നിങ്ങൾക്കത് വിഷമം പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് സഹായകമാകുന്നു. ഓക്കെ, നിങ്ങൾക്ക് സഹായവുമായിട്ട് ഒരു പഴയ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, കുടുംബ ബന്ധത്തിൽ നിന്നൊരു വ്യക്തിയായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ സ്വന്തം സോളുമായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നു. നിങ്ങളിൽ തന്നെ ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ഹീൽ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പം ചില വ്യക്തികൾക്കാണ് സ്വന്തമായിട്ട് ഹീലിംഗ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ അതൊന്നും സാരമില്ല, എനിക്ക് അതിനുള്ള ശക്തി ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ ഹീൽ ചെയ്യിപ്പിക്കുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നോ നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നോ നിങ്ങളുടെ കൂടെ പഠിച്ചതോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നതോ ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങളെ സാമ്പത്തികമായിട്ടും സഹായിക്കുന്നുണ്ട്, നിങ്ങളെ മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങളുടെ കോൾ കേൾക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ അവർ തയ്യാറായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ അതാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴുള്ള ചുറ്റുപാട്. നിങ്ങൾക്ക് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങൾ എന്താണ് പേടിക്കുന്ന കാര്യം? എന്താണ്? താങ്ക് യു യൂണിവേഴ്സ്. എന്താണ് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഭയക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ്? താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മാനസിക ബലത്തെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്. നിങ്ങൾക്ക് ഭയം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഭയക്കുന്നുണ്ട്, മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഭയക്കുന്നുണ്ട്. ജീവിതത്തിലൊരു നന്മ വന്നിരുന്നാൽ തന്നെയും അയ്യോ ആദ്യം ചിന്തിക്കുന്നത് നെഗറ്റീവാണ്, ഇതെനിക്ക് ദോഷമായിട്ട് അങ്ങനെ വരുമോ എന്നുള്ള കാര്യം. നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾക്കിപ്പം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഭയക്കുന്നു എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നന്മ വന്നാലും തിന്മ വന്നിരുന്നാലും എന്ത് വന്നിരുന്നാലും നിങ്ങൾക്കൊരു ഭയത്തോടു കൂടിയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു അനുഗ്രഹം വരികയാണ്. ഏസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ആ ഒരു അനുഗ്രഹത്തെ പോലും നിങ്ങളിപ്പോൾ ഭയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ചിലപ്പോൾ ഒരു റിലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു അഫെയർ വന്നതായിരിക്കാം, ഒരു പുതിയ ബിഗിനിങ് വന്നതായിരിക്കാം. എന്ത് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നതാണ്. ആ ഒരു കടന്നു വരക്കം നിങ്ങൾ ഭയത്തോടു കൂടി കാണുന്നു. ഓക്കെ, നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നതായിട്ടുള്ള കാര്യം എന്താണ്? നിങ്ങളുടെ ഈ റിയൽ ലൈഫിൽ നിങ്ങളിപ്പോൾ ചലഞ്ച് ചെയ്യുന്നതായിട്ടുള്ള കാര്യം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സ് ചലഞ്ച് ചെയ്യുന്നതായിട്ടുള്ള കാര്യം എന്താണ്? ഒരു യാത്രയാണ് നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നത്. ചില ഗവൺമെൻറ് ജോലി, അതിനുവേണ്ടി PSC പരീക്ഷ, ചില പരീക്ഷകൾ ഒരു ഉന്നതിയിലേക്ക് കടന്നു പോകുന്നതിന് അത് നിങ്ങളെ ഒരുപാട് ചലഞ്ച് ചെയ്യിപ്പിക്കുന്നു. 6 ഓഫ് സോഡിൻ്റെ എനർജി കൂടി വന്നിട്ടുണ്ട്. മാനസിക ബലം നിങ്ങൾക്ക് ഇല്ല. നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ട്, നിങ്ങൾക്ക് ഉയരണമെന്നുണ്ട്, നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത് കൊണ്ടുവരണമെന്നുണ്ട്. അതിനുള്ള യാത്രയ്ക്ക് മുന്നോട്ട് പോകുവാൻ, അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുവാൻ നിങ്ങൾക്ക് മാനസിക ബലം തീരെ ഇല്ലാത്ത അവസ്ഥയാണ് കാണുന്നത്.
നിങ്ങളെ റിജക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ അതിൽ വിജയം നിങ്ങൾക്ക് കാണാൻ കഴിയുമോ, നിങ്ങൾക്ക് പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള തോട്ടുകൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ നെഗറ്റീവ് തോട്ട് നിങ്ങളെ വിട്ടു പോകാത്തത് നിങ്ങൾക്കൊരു ചലഞ്ചിങ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ജോലി സംബന്ധമായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ മാനസിക ബലത്തിനായിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിക്കായിരിക്കാം, PSC ടെസ്റ്റിനായിരിക്കാം, എക്സാമിനായിരിക്കാം, മുന്നോട്ട് ഒരു സ്ട്രെങ്ത് എടുക്കുവാൻ, അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കുന്നതിനായിരിക്കാം. അതിനൊക്കെ നിങ്ങൾക്കൊരു മാനസിക സ്ട്രെങ്ത് ഇല്ല. ഇടയ്ക്ക് നെഗറ്റീവ് അതിൻ്റെ ഇടയിലോട്ട് വന്നു കയറുന്നത് നിങ്ങൾക്ക് ചലഞ്ചാകുന്നു. മാനസികമായിട്ടുള്ള സ്ട്രെങ്ത് കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ നെഗറ്റിവിറ്റീസിനെ മാറ്റുന്നതും ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ചലഞ്ചിങ് ആയിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികൾക്ക് ചിലപ്പം അച്ഛനെ ആയിരിക്കാം, അല്ലെങ്കിൽ സഹോദരനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കാം. അവരിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ വാക്കുകളെ ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ അതിന് ഫേസ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഒരു ചലഞ്ചിങ് ആയിട്ട് മാറിയിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഓക്കെ, നിങ്ങളുടെ ലൈഫ് ലെസൺ എന്താണ്? ഈ റീഡിങ്ങിനെയും എന്നുള്ള നിങ്ങളുടെ ജീവിതത്തെയും സംബന്ധിച്ച് എന്ത് ലൈഫ് ലെസൺ ആണ് നിങ്ങൾക്ക് ഉള്ളത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. 4 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ലൈഫ് റൂട്ട് ഇഷ്യൂ തന്നെയാണ് നിങ്ങളുടെ ലൈഫ് ലെസൺ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ചില നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മാറിപ്പോകണം എന്നുള്ളതാണ്. ഓക്കെ, ചില സിറ്റുവേഷനെ നിങ്ങൾ മറക്കുവാൻ തയ്യാറാകണം. ഇപ്പോൾ റൂട്ട് ഇഷ്യൂസിൽ നിങ്ങൾക്ക് പറഞ്ഞതായിരുന്നു, നിങ്ങളുടെ ലൈഫിലേക്ക് ചില ബേർഡനുകൾ അല്ലെങ്കിൽ ചില തടസ്സങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. ആ ഒരു തടസ്സങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മാറിപ്പോകാൻ കഴിയും. പക്ഷേ നിങ്ങൾ സിറ്റുവേഷനിൽ നിന്ന് മാറിപ്പോകണം. സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇപ്പോഴും ആ 5 ഓഫ് കപ്പിൻ്റെ എനർജിയിൽ, നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ നിങ്ങൾ പിടിച്ചു നിൽക്കാതെ, ഇപ്പോഴും നിങ്ങൾക്ക് റീസെൻറ്റ് പ്രസൻറ്റിലുള്ള കാര്യത്തെ, ഇത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഈ റീസെൻറ്റ് പ്രസൻറ്റിലുള്ള ഈ കപ്പിനെ നോക്കി നിങ്ങൾ നിൽക്കാതെ അവിടെ നിന്നും നിങ്ങൾ തന്നെ ഈ ഓളങ്ങളെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരുപാട് ഓളങ്ങളാണ്. ഈ ഓളങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഈ ശാന്തമായിട്ടുള്ള, ഇവിടെ ഭയങ്കര ശാന്തമായിട്ടുള്ള സ്ഥലമാണ്, അങ്ങോട്ടേക്ക് പോകണം. അത് മറ്റൊരാളുടെ സഹായത്തോടെ, ഇത് സ്പിരിച്വലായിട്ട് ഗൈഡൻസ് ചെയ്യുന്ന വ്യക്തികളാണ്. ആ വ്യക്തികളുടെ സഹായത്തോടെ, അല്ലെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഏഞ്ചൽസിൻ്റെ സപ്പോർട്ടോടു കൂടി നിങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനെ നിങ്ങൾ ഏറ്റുകൊള്ളുക, സന്തോഷിക്കുക. ഓക്കെ, നിങ്ങളതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകണം. നെഗറ്റീവിനെ കടന്നു പോകേണ്ടത്, ഈ ചലഞ്ചിനെ, നെഗറ്റിവിറ്റീസിനെ നിങ്ങൾ ചലഞ്ച് ചെയ്യേണ്ടത് നിങ്ങളുടെ ഭാഗത്തുള്ള കാര്യങ്ങളാണ്. അത് മറ്റൊരാൾക്ക് വന്ന് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. ഇവിടെ ഈ ഒരു വ്യക്തിക്കോ, ഇപ്പം ഈ വള്ളത്തിൽ കൂടി കൊണ്ടുപോകുന്ന ഗൈഡൻസ് കൊണ്ടു തന്നിരിക്കുന്ന വ്യക്തിക്കോ ഈ കയ്യിൽ ഒരു കുഞ്ഞിരിപ്പുണ്ട്. ആ കുഞ്ഞെന്ന് പറയുന്നത് ഒരു മെച്യൂർ അല്ലാത്ത ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നതായിട്ടുള്ള, നിങ്ങളുടെ ലൈഫിൽ തീരുമാനം എടുക്കാൻ അവകാശമില്ലാത്തതായ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലുണ്ട്. ഈ 2 വ്യക്തികളും അല്ലാണ്ട് നിങ്ങൾ തന്നെയാണ് ഈ നെഗറ്റിവിറ്റീസിനെ ദൂരോട്ട് മാറ്റേണ്ടത്. എങ്കിൽ മാത്രമേ, നിങ്ങൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുകയുള്ളൂ എന്ന് യൂണിവേഴ്സ് ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ നിങ്ങൾക്കിടെ ഈ റൂട്ട് ഇഷ്യൂ മാറിയിട്ട് നിങ്ങൾ ഹാപ്പി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗ്രോത്ത് നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും. അത് ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങളുടെ ഫാമിലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് അത് വന്ന് ചേരും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. 2 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ ഗിവ് ആൻഡ് ടേക്ക് സ്നേഹം, യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടായിട്ടുള്ള സ്നേഹം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു. അത് അങ്ങനെ വരണമെങ്കിൽ നിങ്ങൾ 3 ഓഫ് സോഡ്, ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ലൈഫ് ലെസൺ ആയിട്ട് വന്നിരിക്കുന്നത് അതാണ്. നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ ഓവർ തിങ്കിങ്, അങ്ങനെ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്ത്, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും ഭയങ്കര സ്നേഹമാണ് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കണം. ആ നെഗറ്റിവിറ്റീസിനെ നിങ്ങൾ പൂർണ്ണമായും ക്യാൻസൽ ചെയ്യണം. എൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് അല്ല, ആണെങ്കിൽ തന്നെയും അപ്പോഴും തേർഡ് പാർട്ടിയുമായിട്ട് ഇരിക്കുന്ന സ്റ്റാറ്റസാണ് നിങ്ങൾ കണ്ടിരിക്കുന്നതെങ്കിൽ അത് അവസാനിച്ചു, എൻ്റെ പേഴ്സൺ എന്നിലേക്ക് കടന്നു വരുന്നു എന്ന് നിങ്ങൾ
വാ കൊണ്ട് ഏറ്റു പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. കാരണം ശബ്ദം എനർജിയാണ്. ആ ശബ്ദം യൂണിവേഴ്സിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ശബ്ദം എനർജിയായിട്ട് മാറും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ ഇത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എന്ന് നോക്കുക. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അടുത്ത റീഡിങ്ങിൽ നിങ്ങളുടെ എനർജി വരുന്നതായിരിക്കും. ഓക്കെ, ഇത് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. ആ കാണുന്ന സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതായിരിക്കും. ജനറൽ റീഡിംഗ് ആണ്. ഒന്നിലധികം ആൾക്കാർ കാണുന്നത് കൊണ്ട് നിങ്ങൾക്കും ഒരു പക്ഷേ ഒന്നിലധികം ആൾക്കാർക്കും ഇത് റെസനേറ്റ് ആകും. നിങ്ങളുടേതല്ലാത്ത എനർജിയെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക. നിങ്ങളുടെ എനർജിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പവർഫുൾ എനർജി തന്നതിനാ ഞാൻ നന്ദി പറയുന്നു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കൂടി നമുക്ക് നോക്കാം. ഇതുപോലെ എടുക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് താല്പര്യമാണോ എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള എനർജിക്കായി സമർപ്പിക്കുന്നു. ഇതിലുള്ള എക്സ്ട്രാ എനർജിയെ ഞാൻ റിമൂവ് ചെയ്യുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എൻ്റെ യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ എനർജി, എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിൽ കൂടിയാണ് വ്യൂസിൻ്റെ പേഴ്സൺ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് 4, 19, 10, 1 വന്നിട്ടുണ്ട്, 7 വന്നിട്ടുണ്ട്, 11, 2 വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഡേറ്റോ ഈ മന്തോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കുക. ഏരീസ് വന്നിട്ടുണ്ട്, ഫയർ എനർജിയാണ്. ഏരീസ്, ലിയോ, സജിറ്റേറിയസ് വന്നിട്ടുണ്ട്. അടുത്തത് ഫയർ എനർജിയാണ്. വീണ്ടും ഫയർ എനർജിയാണ്. ഇവിടെ ഫയർ എനർജിക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ട്. എയർ എനർജി വന്നിട്ടുണ്ട്. ജെമിനി, ലിബ്ര, അക്യൂറിയസ്. ഓക്കെ, സ്ട്രോങ്ലി വന്നിരിക്കുന്നത് ഫയർ എനർജിയാണ്. ഫയർ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഏരീസ്, ലിയോ, സജിറ്റേറിയസിൽ പെട്ട ആൾക്കാർക്ക് മാത്രമല്ല, ഈ സ്വഭാവത്തിലാണ്, ഈ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് സ്വഭാവത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ചിലപ്പം ജെമിനി, ലിബ്ര ആയിരിക്കാം, അല്ലെങ്കിൽ ടോറസ്, വെർഗോ ആയിരിക്കാം. എങ്കിൽ പോലും ഇപ്പോൾ ഈ ഏരീസിൻ്റെ സ്വഭാവത്തിലാണ് നിൽക്കുന്നത്. വളരെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഏരീസിന് കുറച്ച് സ്റ്റെബോണായിട്ട്, അല്ലെങ്കിൽ കുറച്ച് പദവി ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആരുടെ മുന്നിലും തല കുനിക്കാത്തത്, എന്തിനും ഏതിനും വഴക്കിടാനായിട്ട് മുന്നോട്ട് നിൽക്കുന്നതായിട്ടുള്ള, അവരെ ജയിക്കാൻ പറ്റത്തില്ല. അവരുടെ കഴുത്തിന് ചുറ്റും നാക്കാണ്. എന്ത് പറഞ്ഞും അവർ വിജയം കണ്ടെത്തും. ഇപ്പം ഈ കാലിലിട്ടിരിക്കുന്ന ഇത് കണ്ടില്ലേ, പടച്ചട്ട. ഈ പടച്ചട്ടയിലല്ല, ഇത് യുദ്ധത്തിനൊക്കെ പോകുന്ന ആൾക്കാർ ഇട്ടിരിക്കുക. അത് സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴും എപ്പോഴും ഇട്ടിരിക്കുക. കാരണം എപ്പോൾ വേണമെങ്കിലും വഴക്കുണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് കൊണ്ടാണ് ഈ എനർജിയിൽ ഇപ്പോൾ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് കടന്നു വന്നിരിക്കുന്നത്. ഈ ഏരീസ്, ലിയോ, സാജിറ്റേറിയസിൽ വരുന്ന എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഉള്ളത്. പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ കമൻസിലൂടെ ചോദിക്കുക, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ഇപ്പോൾ എംപററിൻ്റെ എനർജിയിൽ നിൽക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പേജ് ഓഫ് പെൻഡിക്കിളാണ്. ഓഫർ തരാൻ അവർക്ക് ഇപ്പോൾ മനസ്സില്ല. പക്ഷേ നിങ്ങളായിട്ട് ഓഫർ ചെയ്യുകയാണെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ കുറച്ച് അഹങ്കാരങ്ങളും ഇതൊക്കെ കാണിച്ച് നിൽക്കും. ഈഗോ ഒക്കെ കാണിച്ച് നിൽക്കും. നിങ്ങളെ ആവശ്യമില്ല, നിങ്ങളുടെ മെസ്സേജ് അവർക്ക് ആവശ്യമില്ല, നിങ്ങളെന്നുള്ള വ്യക്തിയെ അവർ യാതൊരു വാല്യൂം തരുന്നില്ല എന്നൊക്കെ അവർ പറയും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നിങ്ങൾ വിളിക്കണം, നിങ്ങൾ മെസ്സേജ് ചെയ്യണം, അവരുടെ മുന്നിൽ വന്ന് നിങ്ങൾ യാചിച്ച് നിൽക്കണം എന്നൊക്കെയുള്ള ഒരു മൈൻഡോട് കൂടിയുള്ള ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ അവർ താന്നു തരാൻ തയ്യാറല്ല. എന്നാൽ നിങ്ങൾ താന്നു കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് വഴക്കിടാനുള്ള, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റം പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള ഒരു മൈൻഡും കൂടിയായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ഓക്കെ, നിങ്ങളെ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ശ്രദ്ധ മുഴുവനും നിങ്ങളിലേക്ക് ഉണ്ട്.
ഓക്കെ. പക്ഷെ അവരുടെ മനസ്സെന്ന് പറയുന്നത് ഇവിടെ ഒരു പത്തർ എന്ന് പറയുമ്പോഴത്തേക്ക് കല്ല്, കല്ലിൻ്റെ സിംഹാസനമാണ്. കല്ലിൻ്റെ സിംഹാസനം എന്ന് പറയുമ്പോഴത്തേക്ക് അവർ അത്രയും ഹാർഡ് വർക്ക്, ഒരുപാട് ടെൻഷൻ, അത്രത്തോളം പ്രശ്നങ്ങളെല്ലാം അനുഭവിച്ച് വന്നിട്ടുള്ള ഇത്രയും വർഷങ്ങളിൽ അവരൊരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ച് നേടിയെടുത്ത ഒരു സിംഹാസനമാണത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ മനസ്സും അതുപോലെ കല്ലുപോലെ ആയിപ്പോയി. അത് അവരുടെ ജീവിത സാഹചര്യമാണ് അവരെ അത്രയും കല്ലുപോലെ ആക്കി തീർത്തിരിക്കുന്നത്. ലൈഫിൽ ഒരുപാട് ട്രോമാസൊക്കെ അവർ നേരിട്ടിട്ടുള്ള വ്യക്തിയാണ്. ചിലപ്പോൾ അവരുടെ സ്നേഹത്തെയൊക്കെ മറ്റുള്ളവർ ത്യജിച്ച് കളഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചത് കൊണ്ട് ഇപ്പോൾ അവർ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യവും പ്രകടമാക്കുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒളിപ്പിച്ച് വെക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒരു കുറച്ച് സ്നേഹത്തെയാണ്, വെള്ളത്തെ അവർ ഒളിപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവരുടെ ഏറ്റവും ദേഷ്യപ്പെട്ട മുഖമാണ് അവർ പ്രകടമാക്കുന്നത്. ആരും കാണാതിരിക്കുമ്പോൾ പോയിരുന്ന് കരയും. ഓക്കെ. അത് അവർ കരയുന്നതോ വിഷമിക്കുന്നതൊന്നും ആർക്കും കാണാൻ പോലും കഴിയത്തില്ല. അവരൊരു ദുഷ്ട കഥാപാത്രമായിട്ടാണ് അവർ നിങ്ങളുടെ മുന്നിലും മറ്റുള്ളവരുടെ മുന്നിലും ഒക്കെ അവർ അങ്ങനെയാണ്, ഭയങ്കര ദേഷ്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവർ കാണിക്കുന്നത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് വിഷമങ്ങളും എല്ലാം ഉണ്ട്. ഓക്കെ. അപ്പം നിങ്ങളോടുള്ള എനർജി എന്ന് പറയുന്നത് അവരായിട്ട് നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യാൻ മനസ്സ് ഇപ്പോൾ ഇല്ല. നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളെ കുറ്റം പറയത്തേ ഉള്ളൂ. എന്നിട്ട് എന്തെന്ന് പറയുമല്ലോ, പശുവിനിട്ട് തീറ്റിക്കത്തുമില്ല, എന്തോ ആരാ കഴിക്കത്തുമില്ല എന്നൊക്കെ പറയുമല്ലോ. അതുപോലെയാണ്. നിങ്ങൾ വരണം, വന്നു കഴിഞ്ഞാൽ നിങ്ങളെ വഴക്കും പറയും. അതാണ്. ഓക്കെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ സണ്ണിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ എനർജിയിൽ എൻ്റെ വ്യൂവേഴ്സിനെ പ്രതി എന്തുകൊണ്ടാണ് ഇവിടെ സണ്ണിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? സ്റ്റാർ. നിങ്ങളിപ്പോൾ ഭയങ്കര സ്റ്റാറായിട്ട് കാണുന്നുണ്ട്. ഇപ്പം നിങ്ങളെ ഇപ്പം അയൽക്കാരൻ്റെ ജനലിൽ കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സൗന്ദര്യമായിട്ട് തോന്നുന്നു എന്ന് പറയുന്നത് പോലെ നിങ്ങളെ ഇപ്പോൾ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സൗന്ദര്യമായിട്ട് നിങ്ങളിപ്പോൾ ഭയങ്കര സ്റ്റാറായിട്ടൊക്കെയാണ് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ഉയർച്ചകൾ വരുന്നുണ്ട്. നിങ്ങൾ സാമ്പത്തികമായിട്ട് നിങ്ങൾ മുന്നേറുന്നുണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്നുണ്ട്. നിങ്ങൾ എന്താണോ അഫർമേഷൻ ചെയ്യുന്നത് അതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നിൽക്കുന്ന ചുറ്റുപാടും, നിങ്ങളിപ്പോൾ വീട്ടിലാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കൂട്ടുകാരോടെയാണോ നിൽക്കുന്നത്, അവർക്കെല്ലാം ഉയർച്ച ലഭിക്കുന്നു. നിങ്ങളുടെ ഓറ പവർ എന്ന് പറയുന്നത് പവർഫുള്ളായിട്ടുള്ള ഓറയാണ്. നിങ്ങൾ ആരോടാണോ ചേർന്ന് നിൽക്കുന്നത് അവരെ സണ്ണാക്കുവാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഉയർച്ച കാണത്തില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ ആരോട് കൂട്ടുകൂടിയാലും അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് കാണാം. ഇപ്പം നിങ്ങളുടെ ഓറ പവർ നിങ്ങൾക്ക് ഇങ്ങനെ പരീക്ഷിക്കാം. നിങ്ങൾ ഒരു ഈച്ച അടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആളൊന്നും അത്ര കയറാതിരിക്കുന്ന ഒരു കടയിലോട്ട് നിങ്ങൾ കുറച്ച് നേരം ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് നിന്ന് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ എവിടെ നിന്നില്ലാത്ത ആൾക്കാരെല്ലാം വന്നിട്ട് ഒന്നിലധികം ആൾക്കാർ അവിടെ വന്ന് സാധനം വാങ്ങുന്നതായിട്ട് കാണാം. കാരണം നിങ്ങൾ എവിടെയാണോ ചെല്ലുന്നത് അവിടെ അട്രാക്റ്റ് ചെയ്യും. ആൾക്കാരെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഓറ പവർ നിങ്ങൾക്കുണ്ട്. സണ്ണിൻ്റെ എനർജിയാണ്. പിന്നെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളെ സണ്ണായിട്ടാണ് കാണുന്നത്. ഒരു ഊർജം നിങ്ങളിലേക്ക് ഉണ്ട് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ വളരെ ഫ്രീ ആയിട്ടും സന്തോഷത്തോടു കൂടിയും നിൽക്കുന്നതായിട്ട് നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ട്. നിങ്ങൾ സ്ട്രെങ്ത് എടുത്തതായി കാണുന്നുണ്ട്. ഇത്രയും നാൾ നിങ്ങളുടെ പേഴ്സൺ ഇല്ലാതെ കരഞ്ഞിരിക്കുന്നതാണ്. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ പറയാം എനിക്ക് നിന്നെ വേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പറയും വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് ഇന്നലെ വേണ്ട എന്നുള്ളൊരു വാക്ക് പറയുമ്പോൾ ഇതെന്താ പറ്റി, അവൾ കരയാത്തെന്താ, അല്ലെങ്കിൽ അവൻ കരയാത്തെന്താ, എൻ്റെ പിറക്കെ വരാത്തത് എന്താ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണ് വരുന്നുണ്ട്. അപ്പം നിങ്ങളെ ഏറ്റവും വലിയ ഒരു ഊർജ്ജമായിട്ട് ഒരു സ്റ്റാറായിട്ടും ഒക്കെ നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇനി ആരെങ്കിലും സപ്പോർട്ടിനുണ്ടോ, ആരാണ് നിങ്ങളുടെ പിന്നിൽ ഈ ബലത്തിന് കാരണം എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? 6 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടുപോയത്, നിങ്ങൾ വിട്ടുപോയതിന് ശേഷം ഇപ്പം നിങ്ങൾ മാനസികമായിട്ട് നിങ്ങളുടെ ആ ഒരു വിഷമങ്ങളിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ വിട്ടുപോയപ്പോൾ നിങ്ങൾ കരഞ്ഞുകൊണ്ട്
ഒരുപാട് നിങ്ങളുടെ പേഴ്സൻ്റെ പിറകെ നടന്നിരുന്ന ആ ഒരു ഭാഗത്തു നിന്നെല്ലാം മാറി നിങ്ങളിപ്പോൾ സമാധാനമായിട്ടുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ പോകുകയാണ്. നിങ്ങളിപ്പം വഴക്കിനോ അടിക്കോ ഒന്നും നിങ്ങൾ ചെല്ലുന്നില്ല. മറ്റാണെങ്കിൽ എപ്പോഴും നിങ്ങളുടെ പേഴ്സണുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ചിലപ്പം എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല, അങ്ങനെയാണ് മറ്റതാണ്, അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ മനസ്സ് ശാന്തമായി നിങ്ങളുടെ ഈഗോയെല്ലാം നിങ്ങൾ വിട്ടിട്ട് നിങ്ങൾ സമാധാനമായ ഒരു സ്ഥലം തേടി പോവുകയാണ്. യൂണിവേഴ്സിൻ്റെ വെട്ടത്തിലേക്ക്, അല്ലെങ്കിൽ യൂണിവേഴ്സ് വിളിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ബ്ലോക്ക് ചെയ്തിരുന്നാലും ശരി, ബ്ലോക്ക് മാറ്റിയാലും ശരി, അതൊന്നും നിങ്ങൾക്കൊരു വിഷയമാകുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ പതുക്കെ ബ്ലോക്ക് മാറ്റി നിങ്ങളെ നോക്കുന്നുണ്ട്. നിങ്ങൾ ഓൺലൈനിലാണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ അല്ലാന്നറിയുമ്പോൾ വീണ്ടും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ബ്ലോക്ക് മാറ്റി ഓൺലൈനിലാണോ എന്ന് നോക്കും, വീണ്ടും ബ്ലോക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. കാരണം നിങ്ങൾ ആരോടെങ്കിലും ഈ രാത്രി സമയത്ത് ചാറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആരോട്ടെങ്കിലും നിങ്ങൾ കോണ്ടാക്റ്റിലുണ്ടോ, നിങ്ങൾക്ക് ആരെങ്കിലും ലൈഫിൽ വന്നോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇടയ്ക്കിടയ്ക്ക് കോല് പൊക്കി നോക്കിയിട്ട് വീണ്ടും അത് കുത്തി അവിടെ വയ്ക്കും. കാരണം തോറ്റു തരാൻ, കാരണം ഈ ഒരു അവസ്ഥയാണ്, തോറ്റു തരാൻ സമ്മതമല്ല. പക്ഷേ നിങ്ങൾ എന്തൊക്കെയാണ്, ആരോടാണ് മിണ്ടുന്നത്, സംസാരിക്കുന്നത് എന്നൊക്കെ അറിയണം. എങ്കിൽ മാത്രമേ കുറ്റങ്ങൾ നിങ്ങളുടെ ഉള്ളിലോട്ട് നിങ്ങളിലേക്ക് ആരോപിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരാൻ പറ്റുന്നുള്ളൂ. നിങ്ങളുടെ ബ്ലോക്കുകൾ ഇടയ്ക്കിടയ്ക്ക്, അത് ചിലപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കത്തില്ല, നിങ്ങളുടെ ബ്ലോക്ക് മാറ്റി നിങ്ങൾ നോക്കുന്നുണ്ട്, പിന്നും ബ്ലോക്കാക്കിയിടും, പിന്നും ബ്ലോക്ക് മാറ്റി നോക്കും, ബ്ലോക്കാക്കിയിടും. ചിലപ്പോൾ ഇത് നിങ്ങളുടെ എനർജിയും ആകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഫുള്ള് നിങ്ങളെ സെർച്ച് ചെയ്യുന്നതായിട്ട് തന്നെയാണ്. ഓക്കെ, നിങ്ങളാരും ഓൺലൈനിലുണ്ടോ, ചിലപ്പോൾ നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്ത് കാണത്തില്ല, നിങ്ങളുടെ പ്രൊഫൈൽ അവർക്ക് കാണാൻ കഴിയും. നിങ്ങൾ ബ്ലോക്ക് ചെയ്യാത്തിടത്തോളം കാലം അവർ ബ്ലോക്ക് ചെയ്തിരുന്നാലും നിങ്ങളുടെ പ്രൊഫൈൽ, നിങ്ങൾ മാറ്റുന്ന പ്രൊഫൈലെല്ലാം കാണാം. പക്ഷെ നിങ്ങൾ ബ്ലോക്ക് ചെയ്താലേ കാണാതിരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ അവർ നോക്കുന്നുണ്ട്, നിങ്ങൾ ഓൺലൈനിലുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പം ഒരു പ്രൊഫൈലിലൊക്കെ ഒരു ലവ് ചിഹ്നത്തിൻ്റെയൊക്കെ ഇട്ടിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ലൈഫ് ഇപ്പം ഹാപ്പി ആയി എന്ന് പറഞ്ഞൊക്കെ ഒരു പ്രൊഫൈൽ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ കത്താൻ തുടങ്ങും. അയ്യോ, വേറെ ആരെങ്കിലും വന്നോ, ഇനി എൻ്റെ പിറകെ നടക്കാൻ ആളില്ലേ എന്നൊക്കെ ഉള്ളൊരു ചിന്ത അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടാകും. നിങ്ങളെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ വഴിയൊക്കെ നിങ്ങളെ നോക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈഗോ മുന്നോട്ടാണ്. ഈ ഒരു വാള് കാത്തു വയ്ക്കാൻ തയ്യാറല്ല. വാള് ഞാൻ പൊക്കി പിടിക്കും, അത് ഞാൻ ഒരിക്കലും താക്കത്തില്ല. പക്ഷേ ഞാൻ ഒളിഞ്ഞു നോക്കും. എന്തെങ്കിലും കുറ്റമുണ്ട്, നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു കുറ്റം ഉണ്ടെങ്കിൽ ഈ വാളും പൊക്കി അങ്ങോട്ട് വരും വെട്ടാൻ. നീ കാരണമാണ്, നിൻ്റെ ലൈഫിൽ ഇതൊക്കെ ഉണ്ടായത് കൊണ്ടാണ് നീ എന്നിൽ നിന്ന് അകന്നു പോയത്, നീ മനഃപൂർവ്വമായിട്ട് എന്നെ കുറ്റപ്പെടുത്തുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തെറ്റ് നിങ്ങളിൽ ആരോപിക്കാനായിട്ട് കാരണങ്ങൾ കാണാനായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അതാണ് ഓവറോൾ എനർജി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളെ പ്രതിയുള്ള എനർജി. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് നോക്കട്ടെ. അയ്യോ, കുറേ കടന്നു പോയല്ലോ, 42 ഇഷ്യൂ. നിങ്ങൾക്ക് ഇത് ബോറായിട്ട് തോന്നുന്നതൊക്കെ അങ്ങ് അടിച്ചു കളയുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ, ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് എന്ത് ഫീലിങ്സാണ് ഉള്ളത്, ഇത് തന്നെ നോക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർഡാണിത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടോ? ഒരു കാർഡേ എടുക്കുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിന് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയുണ്ട്. ചില കാർമിക് സിറ്റുവേഷനിൽ പെട്ടുപോയി എന്നുള്ളതല്ലാണ്ട് നിങ്ങളിൽ ഇത് ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സംഭവിച്ചതെല്ലാം അവസാനിക്കട്ടെ, ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി എല്ലാം ബാലൻസിങ്ങിൽ വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ കാർമിക് സിറ്റുവേഷനിൽ പെട്ടുപോയത് കൊണ്ട് ഇനി ഈ ഒരു കാര്യങ്ങളെല്ലാം അവസാനിച്ചു കൊണ്ട് ഒരു ന്യൂ ബർത്ത്, ഒരു ഒന്നേന്നും പറഞ്ഞ് റിലേഷൻ തുടങ്ങണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങൾ ഒരുമിച്ച് നടന്ന ദിവസങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകൾ ഇങ്ങനെ അവരെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അഫർമേഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൊടുത്ത ഗിഫ്റ്റുകൾ അവർ നോക്കുന്നുണ്ട്.
നിങ്ങളുടെ മെസ്സേജ് ചിലപ്പോൾ വോയിസ് മെസ്സേജൊക്കെ നിങ്ങൾ അയച്ചിട്ടുണ്ടായിരിക്കും, അത് റിപ്പീറ്റായിട്ട് ഡിലീറ്റ് ഒന്നും ചെയ്യാതെ അത് വീണ്ടും റിപ്പീറ്റായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കൊടുക്കുന്ന ഗിഫ്റ്റുകൾ കാണുമ്പോൾ വീണ്ടും നിങ്ങളുടെ ഓർമ്മകൾ അവർക്ക് വരുന്നുണ്ട്, എല്ലാം ബാലൻസിങ്ങിൽ വരുമായിരിക്കുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയിൽ ഏറ്റവും ഇളയ വ്യക്തി ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മെച്യൂർ കുറവ്, പന പോലെ വളർന്നിട്ടുണ്ടെങ്കിലും ഒരു കുഞ്ഞു തുളസിയുടെ സ്വഭാവമായിരിക്കാം, ഒരു ഇതുമില്ലാതെ കുഞ്ഞുപോലെ ഇങ്ങനെ നടക്കുന്ന ഒരു സ്വഭാവമായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇളയ വ്യക്തി ആയിരിക്കാം, അതല്ലെങ്കിൽ മെച്യൂറിൻ്റെ കുഴപ്പമായിരിക്കും. ഓക്കെ, എപ്പോഴും കുട്ടികളെ കണക്ക് ചിരിച്ച് കളിച്ച് നടക്കുക, ടോമാഞ്ചേരി കണ്ടിരുന്നാലും ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അതൊക്കെ ഉള്ളിലാണ് കേട്ടോ. പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ദേഷ്യപ്പെടാനും അട്ടഹസിക്കാനും ഒക്കെ കഴിയും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, ഇല്ലേ? ഓക്കെ, താങ്ക് യു.